Welcome to Machinery World. Someone who is interested in starting some kind of small-scale industry, then this video is for you. I am Salahuddin. Glad to meet you. നമുക്ക് നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും ധാരാളം ആളുകൾ ഒരു തൊഴിലുമില്ലാതെ നിൽക്കുന്നുണ്ട്. ഗൾഫിൽ നിന്നും ധാരാളം ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇവിടെ തന്നെ പല സംരംഭങ്ങൾ പല പ്രതിസന്ധികൾ കാരണം തന്നെ ആളുകൾക്ക് തൊഴിലില്ലായ്മ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത്തരം മെഷീനറികളിൽ വെച്ചിട്ട് എങ്ങനെ പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങൾ നമുക്ക് സൃഷ്ടിച്ച് ആളുകളെ ഒരു സെൽഫ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാക്കാൻ പറ്റും? അങ്ങയുടെ കാഴ്ചപ്പാട്. നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്നവരെ നോക്കാം. ഗൾഫിൽ ശരിക്കും അവിടെ പോയി ശരിക്കും അധ്വാനിച്ച് പൈസ ഇടുന്നുണ്ട്. കുറേ പേര് പൈസ നിർത്തി വരും, കുറേ പേര് ലിമിറ്റഡ് ഇൻകമായിട്ടും കൊണ്ട് അവിടെ പോയി ഒരു സ്റ്റേജിന് മുകളിലുള്ളവരെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെ പേര് എൻ്റെ 2 മക്കൾ ഗൾഫിലുണ്ട്. പക്ഷേ അവരൊക്കെ വെൽ സെറ്റിൽഡ് എംപ്ലോയിഡാണ്. അവർക്ക് പ്രശ്നമില്ല. അല്ലാത്ത ഒരു 70% താഴെയുള്ള ആൾക്ക് കഴിച്ചു കൂട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ജീവിച്ചത്? അതായത് സീറോ ബാലൻസിലാണ് അവർ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. എൻ്റെ അറിവാണ്. കഴിഞ്ഞ ഒരുപാട് ബന്ധപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞുതരാം. കാലിക്കറ്റിൽ ഒരു വലിയ സാധനം ലത്തീഫ് ഒരു പാർട്ടി പുള്ളി അവിടുത്തെ അറിയപ്പെടുന്ന യൂണിറ്റാണ് പ്രൊഗേഷൻ ഡൂപ്ലസ് കാട്ടിൽ പ്രൊഗേഷൻ പ്ലാന്റ് വെച്ചുകൊണ്ട്. പക്ഷേ പുള്ളി വന്നപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ 10 പൈസ ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല. പുള്ളിയുടെ പൈസയുടെ ഓർണമെൻറ്റ്സ് എല്ലാം വിറ്റ് പറയ്ക്കുകയാണ്. അന്നൊരു ചെറിയ പഞ്ചിങ് മെഷീൻ ഇന്ന് പുള്ളി അവിടുത്തെ കോടീശ്വരനാണ്. ഇപ്പോഴും പുള്ളി എൻ്റെ എന്നെക്കൊണ്ട് നന്നായ ഒരു യൂണിറ്റാണ്. ഒരു റോൾ മോഡലാണ് അദ്ദേഹം. ഒരു സക്സസ് മോഡൽ 100%. അങ്ങനെ സക്സസ് ആയ ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ സ്വന്തമായ കല്യാണം വന്നതുകൊണ്ട് ഇവരുടെ മോളുടെ കല്യാണം ഇവരുടെ കല്യാണം അവിടെ നടത്തി രണ്ടകത്ത് വെച്ച് നടത്തി ഒരുപാട് റബ്ബർ സ്റ്റേറ്റ് അതൊക്കെ കാർഷിക ഹോട്ടലുകളൊക്കെ കൊണ്ടുപോയി എത്തിയിട്ടുണ്ട്. ഭയങ്കര ഫേമസാണ്, അറിയപ്പെടുന്നൊരു പാർട്ടിയാണ്. നമുക്ക് ഈ കുറച്ച് ആളുകൾക്ക് നമ്മുടെ എല്ലാ ജില്ലകളിലും ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് പ്രകടമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ ആദ്യം കുറച്ച് സമ്പാദ്യം കൊണ്ടുവരും. അതവിടെ വീട്, വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് പൈസ നമുക്ക് ഒരു ലിക്വിഡിറ്റി ഇല്ലാതെ ചെയ്യണം. അതായത് നമ്മളൊരു റിട്ടയർമെൻറ്റ് ലൈഫ്, ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ട്. അവിടെ സുഖകോൽപരായി ജീവിച്ചു. പക്ഷേ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 1 വർഷം വരെയൊക്കെ നമ്മൾ അവർക്ക് അവരുടെ പഴയ ഏണിങ്സ് വെച്ച് പോകാൻ പറ്റും. അത് കഴിയുമ്പോൾ അവർ വീണ്ടും സീറോ ബാലൻസിലേക്ക് വരുന്നു. അവരുടെ അസുഖങ്ങളെല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഇവർക്ക് നമുക്ക് എന്താണ് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റുന്നത്? ഒരു സംരംഭം തുടങ്ങുന്നതിനെ പറ്റി അവർക്ക് നമുക്ക് എന്തൊരു നല്ലൊരു ഉപദേശം കൊടുക്കാൻ പറ്റും? ഞാൻ 45 വർഷമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഈ ഫീൽഡിൽ. 1978 നമ്മൾ ഈ ഫീൽഡിലോട്ട് വരുന്നത്. ഞാനൊരു ബാങ്ക് മാനേജറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഗവൺമെൻറ് അറിയാമെന്നുള്ള എൻ്റെ വൈഫിലായിട്ട് എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ബാങ്ക് മാനേജർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാനിങ്ങിലായിരുന്നു. അപ്പോഴും അതിൻ്റെ കൂടെ ഈ ബിസിനസ് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ സെക്രട്ടറിക്കും എൻ്റെ ബിസിനസ്സും ഒക്കെ അറിയാം എനിക്ക് ബിസിനസ് ഉള്ളതായിരുന്നു. എന്നാലും ഞാൻ പലപ്പോഴും ഇവിടുത്തൊക്കെ നമ്മുടെ കാര്യം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് അതായത് എൻ്റെ ഈ 3 എക്സ്പീരിയൻസും പറ്റിയിട്ട് മിക്കവാറും സീറോ ബാലൻസിലാണ് ഇവരെല്ലാം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ 2 പേര് പെൺപിള്ളേരായിരുന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അറിയാമല്ലോ, ലേബറാണ് ഇവിടെ ഏറ്റവും വലിയ മിനിമം ലേബർ വരും. അതിനൊരു ചെറിയ ഐക്കൺ അഭിലാഷ് പേപ്പർ ബോക്സ് നമ്മൾ പൂവാറ് യൂണിറ്റ് നമ്മളെ മഹേഷ് സാർ മുഖേന കൊടുത്തത്. മഹേഷ് സാറിനെ അറിയാമല്ലോ. മഹേഷ് സാർ മുഖേന കൊടുത്തത്. മഹേഷ് സാർ എന്നെ ഇൻട്രഡ്യൂസ് ചെയ്തു. പുള്ളി വന്ന് സംസാരിച്ചു. അപ്പോൾ അവിടുത്തെ മോനാണ് ഓപ്പറേറ്റർ, അമ്മയാണ് ഹെൽപ്പർ, അച്ഛൻ ആണ് മാർക്കറ്റ്. വളരെ നല്ല രീതിയിൽ പോകുന്നത്. പുള്ളിയുടെ വീടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പയ്യൻ തന്നെ
പുതിയ ഉണ്ടാക്കി വരികയാണ് യൂണിറ്റ്. അപ്പോൾ അവർ അതിന് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എനിക്ക് മെഷീൻസ് ഒക്കെ ഇപ്പോൾ ഡിസ്പ്ലേക്ക് സാധാരണഗതിയിൽ ഡിസ്പ്ലേക്ക് വരുന്ന മെഷീൻസ് ഒക്കെ എന്ത് ചെയ്യും, 1-2 ദിവസം കഴിയുമ്പോൾ സെയിലാവും. ഇവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വയറുടെ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് പൊതുവെ തീർച്ചയായിട്ടും ആ മെഷീൻ പോകുന്ന കൊല്ലത്താണ് ഈ മെഷീൻ ആൾറെഡി സെയിലായി കഴിഞ്ഞു. സെയിലായ അതായത് ഈ കിടക്കുന്ന എല്ലാ മെഷീൻസും പിന്നെ മൊത്തത്തിൽ നോക്കിയാൽ എല്ലാം സെയിലായി ഉള്ള കാര്യം ഞങ്ങൾക്ക് എപ്പോഴും കറണ്ട് ബിസിനസ് ഉള്ളതല്ലേ, കറണ്ട് ഓർഡേഴ്സ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മിഷൻ ഈ മെഷീനിന് ഒരാളുടെ ജീവിതം പിന്നെ സഫലമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രിമൈസസിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടൊന്നും ഞങ്ങൾ അതിൽ കമ്മിട്ടില്ല. ആ, കാര്യം കമ്മിട്ടാൽ പാർട്ടിക്ക് ഫീൽ second hand ആണ് ഒരു doubt. നമ്മളെ മിനിസ്റ്റർ വന്നപ്പോൾ കമ്മിട്ടില്ലാന്ന് നിശ്ചയിക്കുമ്പോൾ പറഞ്ഞു. രാജീവ് സാറിന് ഞാൻ പറഞ്ഞു ഇതൊരു കസ്റ്റമർക്ക് പോകുന്നത് മേടിക്കണം. she will suspect naturally. ആരോട് പറഞ്ഞു എക്സിബിഷൻ Brand new. ബ്രാൻഡ് ബട്ട് പുട്ടിങ് ഇൻ ദ എക്സിബിഷൻ ബിക്കോസ് ഹി വാണ്ട്സ് ദ മെഷീൻ ഇമ്മീഡിയറ്റ്. അപ്പോൾ നമ്മൾ 14th മോർണിംഗ് മെഷീൻ വിളിക്കുക അറ്റ് യുവർ സർവീസ് ഓൾറെഡി കമ്മിറ്റഡ് ഇൻ മീറ്റിംഗ്. നമുക്ക് ഈ ഇപ്പോൾ ഇത്രയും റിച്ച് എക്സ്പീരിയൻസ് ഗവൺമെൻറ്, ബാങ്ക്, പിന്നെ വിദേശം എല്ലാ മേഖലകളിലും പിന്നെ സേവനാനുഷ്ഠിച്ച് തിരിച്ചെത്തി ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വിജയകരമായി മുമ്പോട്ട് പോകുന്ന താങ്കൾക്ക് നമ്മുടെ യുവതലമുറ ഇപ്പോൾ ഗവൺമെൻറ് ജോബിനൊക്കെ ഉള്ള പ്രാധാന്യങ്ങൾ അടഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഒരു റിച്ച് ബാലൻസ് ലൈഫ് എങ്ങനെ അവർക്ക് പിന്നെ പടുത്തുയർത്തി കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ എന്തൊരു മെസ്സേജാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് പറ്റുന്ന കേരളത്തിൽ ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ ഈ വ്യവസായം മാനുഫാക്ചറിങ് യൂണിറ്റ് ട്രിവാൻഡ്രത്തെ കൊച്ചുവേലി ഇൻഡസ്ട്രീസിൽ തുടങ്ങാൻ പ്ലാനിക്കും. പക്ഷേ ഞാൻ അൾട്ടിമേറ്റ്ലി ഡ്രോപ്പ് ചെയ്യും. കാരണം ഇവിടെ ഞാനൊരു മെഷീൻ ഉണ്ടാക്കി അതിൻ്റെ നേരത്തെ വരിക. അതിൻ്റെ ഫോർ എക്സാമ്പിളാണ് HMD എന്താ കോഴ്സായത്. ഞങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന ഓപ്ഷൻ്റെ അവർ 18 ലക്ഷം രൂപ. ഞങ്ങൾ മാസത്തിൽ 4 ഓപ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു 4 മാസം കൊണ്ടൊരു മെഷീൻ. അങ്ങനെയാണ് HMD തകർന്നത്. അപ്പോഴെനിക്കറിയാം പിന്നെ രംഗൻ്റെ മാർക്കറ്റിംഗ് കൊണ്ട് കുറേ ഓടി അൾട്ടിമേറ്റ്ലി. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് നമ്മുടെ മിനിമം ലേബർ വെച്ചിട്ട് തുടങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു സക്സസ്. നമ്മുടെ ലേബർ എന്താ പറയുക ട്രെൻഡ് ഈസ് നോട്ട് ഗുഡ്. ഇവിടുത്തെ സൈക്കോളജി ഉണ്ട് ലേബറിൻ്റെ നമ്മളെ അപ്പോൾ നമ്മൾ ഒരു പരിധിവരെ ഓട്ടോമേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഇത്രയും വർഷത്തെ സർവീസ് കൊണ്ട് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. പേപ്പർ റീല് വെച്ചെടുത്ത് അപ്പുറത്ത് ബാഗായിട്ട് ഓക്കെ, അതായത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക്. ഫുള്ളി ഓട്ടോമാറ്റിക് വിത്ത് പ്രിന്റിംഗ്. ഈ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ആ മെഷീന് വിത്തൗട്ട് ആഡിങ് എ ലേബർ ഈ ഇൻസെന്റ് ക്യാൻ മാനേജ് റൺ ആൻഡ് ഡു ദ മാർക്കറ്റിംഗ് അല്ലേ? ഡെഫിനറ്റ് അതിന് എന്നോട് പറഞ്ഞ അഭിലാഷ് പേപ്പറിനോട് അവർ ആ ഫാമിലി തന്നെ അവർ ഫോറിൽ നിന്ന് വന്നവരാണ്. അവർ സുഖമായിട്ടൊരു ജീവിതമായി അവർ. നമ്മൾ ഭയങ്കര കോടീശ്വരന്മാരും ടിഷ്യൂ പേപ്പർ ആൾസോ സെയിം തിങ്. ഇതിപ്പോൾ കേരളത്തിൽ ഭയങ്കര ഡിമാൻഡാണ്. നമ്മുടെ ഇവിടുത്തെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുക. ആൾക്കാർ മാറ്റി ടിഷ്യൂലോട്ട് കടന്നു. ഇപ്പോൾ ഫോറിനവിടെ പോയിട്ട് അവിടെ കൺസിപ്പില്ലല്ലോ. ഏത് രാജ്യം ഇവിടെ നാട്ടിലും കേരളത്തിലും ഇപ്പോൾ അതായി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തന്നെ 4 മിഷൻ്റെ ഓർഡർ ഒരുമിച്ച് വന്നിരിക്കുകയായിരുന്നു. എറണാകുളത്ത് തന്നെ ദേ ആർ സപ്ലൈ ഓൺലി ടു ദ ഹോസ്പിറ്റൽസ്. 4 മിഷന് പോകാൻ ഒരു തികയില്ലെന്നാണ്. Okay, all the best. Wish you all happy, great business in the years to come also.